ഹരേ കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും, ഇന്ന് ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം ഭാഗവതം കേൾക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും വീണ്ടും നമ്മുടെ സീരിയൽ ഭാഗവതം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ക്യാൻറ്റോ 7-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് എന്തുകൊണ്ടാണ് ദ്രോണപുത്രനെ, അതായത് അശ്വത്ഥാമാവിനെ വധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സംസാരിച്ചു. എന്തായിരുന്നു അശ്വത്ഥാമാവ് ചെയ്ത കുറ്റം? അശ്വത്ഥാമാവ് ആ രാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന പാണ്ഡവരുടെ 5 പുത്രന്മാരെ, ദ്രൗപദിയുടെ 5 പുത്രന്മാരെ വന്നിട്ട് എന്ത് ചെയ്തു? നിഷ്കരുണം വധിച്ചു കളഞ്ഞു. പക്ഷെ അത് ദുര്യോധനന് പോലും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത്രയും ഹീനമായ ഒരു കൃത്യം, എന്തുകൊണ്ടാണ് ആ കൃത്യം ഹീനമാകുന്നത്? നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം വിരഥം ഭീതം പ്രപന്നം, ഇവരെ ഒന്നും വന്നിട്ട് അറിവുള്ളവർ ഉപദ്രവിക്കാറില്ല. ഇത്രയും ആൾക്കാരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുണ്ട്. അത് എന്താണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ പക്ഷെ എന്നിട്ടും ഈ അശ്വത്ഥാമാവ് എന്ത് ചെയ്തിരിക്കുന്നു? അങ്ങനെയുള്ള ഒരു ഹീനകൃത്യം ചെയ്തിരിക്കുന്നു. ഈവൻ അത് ദ്രോണാചാര്യർ, അതായത് ബ്രാഹ്മണനായ ദ്രോണാചാര്യരുടെ പുത്രനാണെങ്കിൽ കൂടി അശ്വത്ഥാമാവ് അതുകൊണ്ട് ആ ഒരു പൊസിഷനിൽ നിന്ന് അധപ്പതിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക? അവനെ ശിക്ഷിക്കുക എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. കാരണങ്ങളും പറഞ്ഞു. എന്താണ് പ്രധാന കാരണങ്ങൾ പറഞ്ഞത്? ഒന്ന്, ഈ ഒരു ഇദ്ദേഹം പാപിയാണ്, അതായത് ബ്രഹ്മബന്ധുവാണ്. കാരണം ബ്രാഹ്മണനാണ്, കുലത്തിൽ ജനിച്ചതാണ്, പക്ഷെ എങ്കിലും ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്തതുകൊണ്ട് ബ്രഹ്മബന്ധുവാണ്. കാരണം എന്താണ്? ഉറങ്ങിക്കിടന്നിരുന്ന ബാലന്മാരെ വധിച്ചിരിക്കുന്നു. സാധാരണ അറിവുള്ളവർ ഈ പ്രകാരത്തിലുള്ള ആൾക്കാരെ, അതായത് മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം പ്രപന്നം വിരഥം ഭീതം ന റിപും ഹന്തി ധർമ്മവിത്തുക്കളായിട്ടുള്ള ആൾക്കാരെ, ഈ പ്രകാരത്തിലുള്ള ആൾക്കാരെ ഒന്നും വധിക്കുകയില്ല. ഇയാളത് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അയാൾ വധശിക്ഷയ്ക്ക് അർഹനാണ്. മൂന്നാമത്, സ്വന്തം പ്രാണനെ നിലനിർത്താൻ വേണ്ടി ഇനിയൊരാളെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് അതും വളരെ വലിയ പാപമാണ്. അതും ഇദ്ദേഹം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അയാളെ എന്ത് ചെയ്യണം? വധിക്കണം. പിന്നെ 4, പാഞ്ചാലിയോട് നീ വാക്ക് കൊടുത്തിരുന്നു, നീ ഈ പുത്രന്മാരെ വധിച്ച ആളുടെ ശിരസ് അവളുടെ മുന്നിൽ കൊണ്ടുവരുമെന്ന്. ആ വാക്കും പാലിക്കൂ അർജുന എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? പറയുന്നു. അതായത് ഇത് നിന്റെ സ്വന്തം കുലത്തിനെ വന്നിട്ട് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ. സ്വന്തം കുലത്തിന് തന്നെ നാശമാണ്. സ്വന്തം മാസ്റ്ററിനെ, അതായത് സ്വാമിയെപ്പോലും അയാൾ എന്ത് ചെയ്യുന്നില്ല? തൃപ്തനാക്കിയിട്ടില്ല. അതായത് ഈ ഒരു ഹീനകൃത്യം ദുര്യോധനൻ പോലും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അയാൾ വധശിക്ഷയ്ക്ക് അർഹനാണ്. ഇതൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പക്ഷേ അർജുനൻ ഈ പ്രകാരം ചിന്തിച്ചു. എന്താണ് ഭഗവാൻ പറഞ്ഞത്? ഭഗവാൻ ഈ ദ്രോണാചാര്യരുടെ പുത്രനെ വധിക്കാനാണ് പറഞ്ഞത്. പക്ഷെ അർജുനൻ എന്ത് ചെയ്യുന്നു? അർജുനൻ വന്നിട്ട് ഈ കൊല്ലുക എന്നുള്ള ആ ഒരു പരിപാടിക്ക് അർജുനൻ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. അശ്വത്ഥാമ അത്രയ്ക്ക് ഹീനകൃത്യമാണ് ചെയ്തത് എങ്കിലും അർജുനന് അദ്ദേഹത്തിനെ, അല്ലെങ്കിൽ അശ്വത്ഥാമാവിനെ കൊല്ലാൻ വേണ്ടി വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്തു അർജുനൻ? അവിടെ നിന്നും അർജുനൻ വന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം അശ്വത്ഥാമാവിനെയും കൊണ്ട് എവിടെ വന്നു? കൃഷ്ണയുടെ അടുത്ത്, അതായത് ദ്രൗപദിയുടെ അടുത്തെത്തി. ദ്രൗപദി അവിടെ വിലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഈ അശ്വത്ഥാമാവിനെ ദ്രൗപദിയെ എൻട്രസ്റ്റ് ചെയ്തു. അതായത് ദ്രൗപദിയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. എന്താണ് ഈ ഹീനമായിട്ടുള്ള കൃത്യം ചെയ്ത ഈ ഒരു പാപിക്ക് മറുപടി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കേണ്ടത് എന്ന് ആരാണ് തീരുമാനിക്കാൻ പോകുന്നത്? ദ്രൗപദിയാണ് തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ ദ്രൗപദിക്കാണ് അതിനുള്ള ചുമതല എന്ന് വിചാരിച്ചിട്ട് അർജുനൻ എന്ത് ചെയ്യുന്നു? അശ്വത്ഥാമാവിനെ ദ്രൗപദിയെ ഭരമേൽപ്പിക്കുന്നു. ഇനി അർജുനൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഭീമൻ, നകുലൻ, സഹദേവൻ, യുധിഷ്ഠിരൻ ഇവരെല്ലാവരും ചിന്തിക്കുന്നത് പലതരത്തിലാണ്. കൃഷ്ണ, അതായത് ദ്രൗപദി ചിന്തിക്കുന്നത് വേറൊരു തരത്തിലാണ്. ഇനി ദ്രൗപദിയുടെ ചിന്തയാണ് അവിടെ ആര് വിവരിക്കുന്നത്? വ്യാസദേവൻ വിവരിക്കുന്നത്. സൂത ഗോസ്വാമി പറയുകയാണ്, തഥാഹൃതം
പശുവത് പാശബന്ധം അവാൻമുഖം കർമ്മജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണാപകൃതം ഗുരോസുതം വാമസ്വഭാവ കൃപയാ നനാമ ച. വാമസ്വഭാവ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അതാണ് നമ്മൾ ദ്രൗപദിയെ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം, ഭഗവാനെയും ഗുരുവിനെയും പ്രസാദിപ്പിക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജനവല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജനവല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന യമുനാ തീരവനചാരി. ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജനവല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജനവല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ് ഗൗരനിതായ് ജയ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. തഥാഹൃതം പശുവത് പാശബന്ധ അവാൻമുഖം കർമ്മജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണാപകൃതം ഗുരോസുതം വാമസ്വഭാവാത് കൃപയാ നനാമ ച. തഥാഹൃതം പശുവത് പാശബന്ധം അവാൻമുഖം കർമ്മജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണാപകൃതം ഗുരോസുതം വാമസ്വഭാവാത് കൃപയാ നനാമ ച. എന്ത് സംഭവിച്ചു? തഥാ അപ്രകാരം ആഹൃതം കൊണ്ടുവന്നു, അകത്തേക്ക് കൊണ്ടുവന്നു. ആരെ കൊണ്ടുവന്നു? ഇപ്പോൾ ദ്രോണാചാര്യരുടെ പുത്രനെ കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു? പശുവത് പാശബന്ധം. എന്താണ് പശുവത് പാശബദ്ധം? പശു ആരാണ്? മൃഗം. പാശം എന്താണ്? കയറ്. അപ്പം മൃഗത്തിനെ എങ്ങനെയാണോ കയറുകൊണ്ട് കെട്ടുന്നത് അതേപോലെയാണ് അശ്വത്ഥാമാവിനെ കൊണ്ടുവന്നിരിക്കുന്നത്, കയറുകൊണ്ട് പാശം കൊണ്ട് ബന്ധിച്ചുകൊണ്ട്. എന്ത് പറ്റി അശ്വത്ഥാമാവിന്? അവാൻ മുഖം,
എന്താണ് അവാൻമുഖം എന്ന് പറഞ്ഞാൽ വായിൽ നിന്നും ഒന്നും പുറത്തു വരുന്നില്ല, ഒന്നും പറയാനില്ല. കാരണം അത്രയ്ക്ക് ഹീനമായിട്ടുള്ള കൃത്യമാണ് താൻ ചെയ്തത് എന്ന് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അയാളൊന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? കർമ്മ ജുഗുപ്സിതേന, താൻ ചെയ്ത ജുഗുപ്സിതമായ അതിനിന്ദ്യമായ കർമ്മം കൊണ്ട് ഒന്നും അയാൾക്ക് മറുത്ത് പറയാനില്ല. അതുകൊണ്ടാണ് അയാൾ മിണ്ടാതിരിക്കുന്നത്. ആര് കണ്ടു ഇത്? നിരീക്ഷ്യ കണ്ടു. ആര്? കൃഷ്ണ. കൃഷ്ണനല്ല, കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് സ്ത്രീലിംഗമാണ് കൃഷ്ണ എന്ന് പറയുന്നത്. ആരാണത്? ദ്രൗപദിയെയാണ് കൃഷ്ണ എന്ന് വിളിക്കുന്നത്. ദ്രൗപദിയും ഈ പ്രകാരം അതേ നിറവർണ്ണത്തോടു കൂടിയവളാണ്. അതുകൊണ്ടാണ് കൃഷ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ദ്രൗപദി എന്ത് ചെയ്തു? അപകൃതം ഗുരോസുതം, അത്രയധികം ഹീനമായ കൃത്യം ചെയ്ത ആ ഗുരുസുതനെ എന്ത് ചെയ്യുന്നു? കണ്ടിട്ട്. പക്ഷെ ദ്രൗപദിക്ക് അർജുനനെ പോലെയോ ഭീമനെ പോലെയോ പെട്ടെന്ന് ഇദ്ദേഹത്തെ കൊല്ലണമെന്നൊന്നും അല്ല തോന്നിയത്. എന്തുകൊണ്ടാണ്? ഭീമനും അർജുനനും കൃഷ്ണനും ഒക്കെ അശ്വത്ഥാമാവിനെ ഈ പ്രകാരമുള്ള ജുഗുപ്സിതമായിട്ടുള്ള കർമ്മം ചെയ്തപ്പോൾ കൊല്ലണമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ദ്രൗപദി കൊല്ലണമെന്നല്ല പറഞ്ഞത്. എന്ത് സംഭവിച്ചു? ദ്രൗപദിക്ക് കൃപയാ, ദ്രൗപദിക്ക് കമ്പാഷൻ തോന്നി. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സഹതാപം തോന്നി. വാമസ്വഭാവ, അതാണ് ദ്രൗപദിയുടെ പ്രത്യേകത. വാമ എന്ന് പറഞ്ഞാൽ വാമഭാഗം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇടത്തുവശത്ത് ആരാണ്? ഇടത്തുവശത്തിരിക്കുന്ന പത്നിയാണ് ഇരിക്കുന്നത്. അപ്പോൾ വാമ സ്വഭാവ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള സ്ത്രീ സഹജമായിട്ടുള്ള ഈ ഒരു എന്താണ് ആദരവ് കാരണം അല്ലെങ്കിൽ കാരുണ്യം കാരണം എന്ത് സംഭവിക്കുന്നു? ദ്രൗപദിക്ക് അശ്വത്ഥാമാവിനെ നനാമച്ച ഒബീസൻസ് കൊടുക്കുകയാണ്. അശ്വത്ഥാമാവ് തന്നേക്കാൾ വന്നിട്ട് ഉന്നതനായിട്ടുള്ള ദ്രോണാചാര്യരുടെ പുത്രനാണ് എന്ന് മനസ്സിലാക്കി സ്വന്തം പുത്രന്മാരുടെ ഘാതകനാണെങ്കിൽ കൂടി ദ്രൗപദി എന്ത് ചെയ്യുകയാണ്? അവരെ അശ്വത്ഥാമാവിനെ വന്ദിക്കുകയാണ് ചെയ്യുന്നത്. യഥോചിതമായ ആദരവ് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ദ്രൗപദിയുടെ ഒരു എന്താണ് പ്രത്യേകതയുള്ള സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അത്രയധികം വന്നിട്ട് ദ്രൗപദി അപമാനിക്കപ്പെട്ടു. ദ്രൗപദി അപമാനിക്കപ്പെട്ടതിന് വേണ്ടിയിട്ടാണ്, അതിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി എന്ത് ചെയ്യുന്നത്? ഈ യുദ്ധം നടക്കുന്നത് തന്നെ. യുദ്ധമെല്ലാം തീർന്നതിന് ശേഷം സ്വന്തം പുത്രന്മാരെ വധിച്ച ഒരുവനെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്യുകയാണ് ദ്രൗപദി? അത് ദ്രോണാചാര്യരുടെ പുത്രനായതുകൊണ്ട് എന്തു ചെയ്യുന്നു? ആ ഒരു ആദരവ് കൊടുക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയില്ല ദ്രൗപദി കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ദ്രൗപദി ആ ഒരു മഹിമ, സ്വഭാവത്തിലെ മഹിമ കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അശ്വത്ഥാമ പക്ഷേ ഈ ഒരു വിവരണത്തിൽ നിന്നും അശ്വത്ഥാമാവ് അത്രയ്ക്ക് എന്താണ് ആദരവ് അർഹിക്കുന്ന വ്യക്തിയെന്നൊന്നും അർത്ഥമാകുന്നില്ല. ദ്രൗപദിയുടെ സ്വഭാവത്തിൻ്റെ വിശേഷം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അശ്വത്ഥാമാവ് ചെയ്തിരിക്കുന്നത് ഹീനകൃത്യമാണ് എന്നതിൽ സംശയമൊന്നുമില്ല ആർക്കും. പക്ഷേ ദ്രൗപദി എന്താണ് ഇത്തരം വളരെ ഒരു പ്രത്യേകതയുള്ള സ്വഭാവം ഉള്ളവളാണ് എന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു പാർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, ദ്രൗപദി ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്ന്? ഇല്ല, നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. കാരണം എന്താണ്? ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് തെറ്റ് ചെയ്ത ആളുടെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കേണ്ടതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അത് അയാളോടുള്ള ആദരവ് കുറവുകൊണ്ടൊന്നുമല്ല, അയാൾ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇവിടെ ദ്രൗപദിയുടെ സ്വഭാവ മഹിമ കൊണ്ടാണ് ദ്രൗപദി എന്ത് ചെയ്യുന്നത്? ദണ്ഡനാർഹനായ ആ ഒരു ദ്രൗണിയെ, അതായത് അശ്വത്ഥാമാവിനെ ഗുരുസുതനാണ് എന്ന് വിചാരിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്? ആ ആദരവ് നൽകിയിരിക്കുന്നത്. പക്ഷെ അശ്വത്ഥാമാവ് ചെയ്തത് ശരിയാണ് എന്ന് ദ്രൗപദിക്ക് അല്ലെങ്കിൽ ആർക്കും അഭിപ്രായമില്ല. അപ്പോൾ ഈ ഒരു കമ്പാഷൻ അല്ലെങ്കിൽ ഒരു സഹതാപം അശ്വത്ഥാമാവ് അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു എന്താണ് ചോദ്യചിഹ്നമാണ്. നമ്മളുടെ തലത്തിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്വത്ഥാമാവ് അങ്ങനെ ഒരു കാരുണ്യം അർഹിക്കുന്നതേ ഇല്ല. പക്ഷേ ഉന്നത തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഈ ഹീനകൃത്യം ചെയ്തവരുടെ അടുത്തും ചിലപ്പോൾ എന്ത് ചെയ്യും? കുറച്ച്
ആദരവോടുകൂടി അല്ലെങ്കിൽ അവരുടെ എന്താണ് കമ്പാഷൻ അല്ലെങ്കിൽ കാരുണ്യം കൂടെ പെരുമാറും എന്ന് നമ്മൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദ്രൗപദിയുടെ വാമസ്വഭാവത്തെക്കുറിച്ച് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളും കേട്ടു ആദ്യം അർജുനൻ ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായത്തിൽ എനിക്ക് എൻ്റെ ബന്ധുക്കളെ കൊല്ലാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. ഈ ബന്ധുക്കൾ തന്നെയാണ് അർജുനനെ എന്ത് ചെയ്തിരിക്കുന്നത്? ഉപദ്രവിച്ചിരിക്കുന്നത്. ഭീമനെ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്, ഇവർ അരക്കില്ലത്തിൽ വെച്ച് ചുട്ടുകരിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഇവർക്ക് ചൂത് കളിച്ചത്, അസത് സഭയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരോട് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും ആ ഉന്നത നിലയിൽ ചിന്തിക്കുന്ന ഒരു ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഒരു ഗുണമുള്ള ഒരു ഭക്തനായതുകൊണ്ട് അർജുനൻ എന്ത് ചെയ്യുന്നു? അർജുനന് സ്വാഭാവികമായിട്ടും കമ്പാഷൻ വരുന്നു. ഇവിടെയും ദ്രൗപദിയും അതുപോലെ തന്നെയാണ്. കാര്യങ്ങളെല്ലാം ദ്രൗപദിക്ക് അറിയാം, ഇന്ന കാര്യങ്ങളെല്ലാം അശ്വത്ഥാമാവ് ചെയ്തിട്ടുണ്ട് എന്ന് ദ്രൗപദിക്കറിയാം. പക്ഷേ ദ്രൗപദി എന്ത് ചെയ്യുകയാണ്? അത് വന്നിട്ട് ആദരവർഹിക്കേണ്ട വ്യക്തിയാണ് എന്ന് വിചാരിച്ച്, അത് പ്രോസ് ആൻഡ് കോൺസ് ആണ് അതിനകത്തുള്ളത്. അതായത് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അശ്വത്ഥാമാവ് സ്വന്തം സ്ഥാനത്ത് നിന്ന് താഴെ പോയിരിക്കുകയാണ് ഹീനകൃത്യം ചെയ്തതുകൊണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരാളോടും കമ്പാഷൻ കാണിക്കാൻ പറ്റുന്ന തരത്തിൽ ഗുണവിശേഷങ്ങൾ ഉള്ളവരാണ് ഭക്തന്മാർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദ്രൗപദിയുടെ വാമസ്വഭാവത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അശ്വത്ഥാമാവിൻ്റെ ആദരവ് അർഹിക്കുന്ന ഒരു അവസ്ഥയെയല്ല, പക്ഷെ ദ്രൗപദിയുടെ സ്വഭാവ മഹിമയെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളോട് പറയുന്നത്. എന്ത് സംഭവിച്ചു? ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. 43. ഉവാച ചാസഹന്ത്യസ്യ ബദ്ധനാനായനം സതി മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. ഉവാച ചാസഹന്ത്യസ്യ ബന്ധനാനായനം സതി മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. ഉവാച ചാസഹന്തസ്യ ബന്ധനാനായനം സതി മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. എന്ത് സംഭവിച്ചു? ആ ഒരു വാമസ്വഭാവം കാരണം ദ്രൗപദിക്ക് കമ്പാഷൻ അല്ലെങ്കിൽ കാരുണ്യമുണ്ടായി എന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചു? ഉവാച പറഞ്ഞു. ആര് പറഞ്ഞു? ദ്രൗപദി പറയുകയാണ്. ച അസഹന്തി, ഇത് കാണാൻ വേണ്ടിയിട്ട് ദ്രൗപദിക്ക് കെൽപ്പില്ലായിരുന്നു ഈ പ്രകാരം മൃഗത്തെ പോലെ വലിച്ചഴച്ചു കൊണ്ടുവരുന്നത്. അത് കാരണം ബന്ധനാനായനം, ബന്ധന ആനയനം, ആനയിക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ബന്ധന ആനയനം എന്ന് പറഞ്ഞാൽ ബന്ധിച്ചു കൊണ്ടുവരിക. സതിയായ അല്ലെങ്കിൽ പതിവ്രതയായിട്ടുള്ള ആ ഒരു ദ്രൗപദിയെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സതി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ദ്രൗപദി എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് പറയുന്നു മുച്യതാം, മുച്യതാം. എന്താണ് മുച്യതാം എന്ന് പറഞ്ഞാൽ? മുഞ്ച എന്ന് പറഞ്ഞാൽ വിടൂ എന്നാണ്. അത് അഴിച്ചു വിടൂ, മോചിപ്പിക്കൂ എന്നാണ്. മുച്യതാം, മുച്യതാം ഏഷ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അയ്യോ, ഇങ്ങനെ അശ്വത്ഥാമാവിനെ ഈ പ്രകാരം കെട്ടിവലിച്ച് ബന്ധനസ്ഥനാക്കി ഇടരുത്. ബ്രാഹ്മണോ നിതരാം ഗുരു, അതൊരു ബ്രാഹ്മണനാണ്, നിന്റെ ഗുരുവിൻ്റെ സുതനാണ് അർജുന എന്ന് ആര് പറയുന്നു? ദ്രൗപദി പറയുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? അശ്വത്ഥാമാവ് കയറുകളാൽ ബന്ധിതനായിരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രതിജ്ഞാ അർപ്പിതയായ സ്ത്രീ ആകയാൽ അവർ ഇപ്രകാരം പറഞ്ഞു, അദ്ദേഹത്തെ സ്വതന്ത്രനാക്കൂ, അദ്ദേഹം ബ്രാഹ്മണനാക്കിയാൽ നമ്മുടെ ഗുരുവാണ് എന്ന് അർജുനനോട് പറയുന്നു. ഇനി എന്ത് സംഭവിച്ചു? ഇതിൻ്റെ ഏറ്റവും അവസാനം അതേ 43 പർപ്പട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ പ്രഭുപാദ് ഒരു കാര്യം എഴുതുന്നുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. എന്നാൽ ഇവയ്ക്കൊക്കെ പുറമെ അശ്വത്ഥാമാവിനെ തൽക്ഷണം സ്വതന്ത്രമാക്കണമെന്ന് തൻ്റെ നല്ല മനസ്സാൽ അവൾ ആഗ്രഹിച്ചു.
ഒരു ഭഗവത് ഭക്തൻ സർവവിധ സ്വകീയ ക്ലേശങ്ങളെയും സഹിക്കുന്നുവെന്ന് ഇത് അർത്ഥമാക്കുന്നു. എങ്കിലും ഒരു ഭക്തൻ മറ്റുള്ളവരോട് സ്വശത്രുവിനോട് പോലും ഒരിക്കലും ക്രൂരമായി പെരുമാറുകയില്ല. ഒരു ശുദ്ധ ഭഗവത് ഭക്തൻ്റെ സവിശേഷതകളാണ് ഇവയൊക്കെ. ഇത് വന്നിട്ട് എന്താണ്, വളരെ പ്രത്യേകതയുള്ള വാക്കുകളാണ്. എല്ലാവരും പ്രാക്ടിക്കലി ഇത് പാലിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്, അതിൻ്റെ അവസാനത്തെ വാക്ക് നോക്കൂ, സ്വശത്രുവിനോട് പോലും ഒരിക്കലും ഒരു ഭക്തൻ ക്രൂരമായി പെരുമാറുകയില്ല. ഒരു ശുദ്ധ ഭഗവത് ഭക്തൻ്റെ സവിശേഷതകളാണ് ഇതൊക്കെ. അതായത് ഉത്തമ അധികാരി എന്ന് പറയുന്ന ലെവലിലുള്ള ഭക്തന് മാത്രമേ ഇത് ഇത്രയും കമ്പാഷനേറ്റ് ആയിട്ട് മറ്റുള്ളവരോട് പെരുമാറാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹരിദാസ് ഠാക്കൂറിനെ കുറിച്ച്. ഹരിദാസ് ഠാക്കൂർ ഒരു എന്താണ് ഒരു താഴ്ന്ന കുലത്തിൽ എന്ന് ഹരിദാസ് ഠാക്കൂറിൻ്റെ ജനനമുണ്ടായത് എവിടെയാണ്, ഒരു വേറൊരു റിലീജിയസ് ബിലീഫ് ഫോളോ ചെയ്യുന്ന ഒരു കുലത്തിലാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയമേ തന്നെ എന്ത് ചെയ്തു, വളരെ നീചനായി കരുതി. ഹരിദാസ് ഠാക്കൂർ ചൈതന്യ മഹാപ്രഭുവിന് അവതാരത്തിന് മുന്നേ തന്നെ, ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരം സംഭവിക്കുന്നത് മുന്നേ തന്നെ അദ്ദേഹം വന്നിട്ട് വളരെയധികം ഹരിനാമത്തിൽ ആകൃഷ്ടനായിരുന്നു. പിന്നെ ഭഗവാൻ അവതരിച്ചതിന് ശേഷം, അതായത് ചൈതന്യ മഹാപ്രഭു അവതരിച്ചതിന് ശേഷം അദ്ദേഹം കോൺസ്റ്റൻ്റ്ലി, അതായത് എല്ലായ്പ്പോഴും ചൈതന്യ മഹാപ്രഭുവിനെ പ്രകീർത്തിക്കാനും ഹരിനാമം ജപിക്കാനും വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയുണ്ടായി. ഇപ്പോൾ ഒരു ദിവസം ആ സമയത്തുണ്ടായിരുന്ന സാമൂഹിക അവസ്ഥ പ്രകാരം അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ വന്നിട്ട് വേറൊരു കുലത്തിൽപ്പെട്ട, അതായത് ഈ റിലീജിയസ് ഫെയ്ത്തിലുള്ള ആൾക്കാരായിരുന്നില്ല, വൈഷ്ണവരായിരുന്നില്ല. അവർ വൈഷ്ണവരെ എന്തായി കണക്കാക്കുന്ന ആൾക്കാരായിരുന്നു, വൈഷ്ണവരെ വന്നിട്ട് ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു, ആ രാജാവിൻ്റെ, അല്ലെങ്കിൽ അന്ന് അവിടെ ഭരിച്ചിരുന്ന ആ രാജാവിൻ്റെ ആൾക്കാർ വന്നിട്ട് ഈ ഹരിദാസ് ഠാക്കൂറിനെ വന്നിട്ട് വളരെയധികം ഉപദ്രവിക്കുകയുണ്ടായി. ഹരിനാമം ജപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഏകദേശം 20-ൽ കൂടുതൽ പബ്ലിക് പ്ലേസിൽ വെച്ച് ചാട്ടവാറടി കൊണ്ട് അദ്ദേഹത്തിനെ ശിക്ഷിക്കുകയുണ്ടായി. എന്താണ് ചെയ്ത കുറ്റം? ഹരിനാമം ജപിക്കുന്നു എന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെല്ലാം ചാട്ടവാറുകൊണ്ട് അടിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല, തൻ്റെ ഹരിനാമത്തിലുള്ള ഫെയ്ത്ത് അദ്ദേഹം, വിശ്വാസം അദ്ദേഹം വന്നിട്ട് വിട്ടില്ല. ആൾക്കാരെ അടിച്ചടിച്ച് കഷ്ടപ്പെട്ടു, പക്ഷേ അദ്ദേഹം അതെല്ലാം സഹിക്കുകയാണ് ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹം തിരികെ അവരെ ഉപദ്രവിക്കാനും പോയില്ല. ഇത് ശുദ്ധ ഭക്തന്മാരുടെ സവിശേഷതകളാണ്. അപ്പോൾ നമ്മളുടെ കാര്യമല്ല ഈ പറയുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ശുദ്ധ ഭക്തന്മാർക്ക് മാത്രമേ ഇങ്ങനെ, ഇത് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ കാപട്യത്തോടു കൂടി ചെയ്യുന്ന തരത്തിലുള്ള ഒരു കമ്പാഷൻ അല്ല. അവർക്ക് ഉള്ളിലെ തന്നെ എല്ലാവരോടും കമ്പാഷനാണ്. എല്ലാ ആൾക്കാരെയും എന്താണ്, ഒരേപോലെ തന്നെയാണ് അവർ കാണുന്നത്. ശിക്ഷിക്കുന്ന ആൾക്കാരെയും അതെ, രക്ഷിക്കുന്ന ആൾക്കാരെയും അതെ, ഒരേപോലെ തന്നെ കാണുന്ന ആൾക്കാരാണ് ആര്? പരിശുദ്ധ ഭക്തന്മാർ അല്ലെങ്കിൽ ഉത്തമ അധികാരികൾ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ എന്താണ്, പിന്നീട് ഒരിക്കൽ ശ്രീവാസ് ഠാക്കൂറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് 21 മണിക്കൂറുകൾ വന്നിട്ട് ചൈതന്യ മഹാപ്രഭു എന്താണ് എക്സ്റ്റസി, അതായത് ആത്മീയ ആനന്ദത്തിൻ്റെ അതിരേകം നടക്കുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഹരിദാസ് ഠാക്കൂറിനെ വിളിച്ചിട്ട് ഹരിദാസ് ഠാക്കൂറിനോട് ഭഗവാൻ പറയുകയുണ്ടായി, അന്ന് നിൻ്റെ മേലേറ്റ ആ ചാട്ടവാറടിയൊന്നും നിൻ്റെ ദേഹത്ത് വേദനിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതെല്ലാം എൻ്റെ ശരീരത്തിലാണ് ഞാൻ ഏറ്റുവാങ്ങിയത്. ഈ കാണുന്ന നിൻ്റെ ശരീരം, നീ പറഞ്ഞില്ലേ ഞാൻ നീചനാണ്, എനിക്ക് അങ്ങയുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് യോഗ്യതയില്ല ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എന്ത് ചെയ്യും? ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനോട് പറയുകയാണ്, ഞാൻ നീച്ച കുലത്തിലാണ് ജനിച്ചിരിക്കുന്നത്, എനിക്ക് അങ്ങയുടെ അടുത്ത് വരാനുള്ള യോഗ്യതയില്ല, എനിക്ക് അദ്ദേഹത്തെ അങ്ങയെ സ്പർശിക്കാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ തന്നെയെ മാറി നിൽക്കില്ലേ? പ്രസാദം പോലും കഴിക്കാൻ വരികയില്ല. ഭഗവാൻ കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടം ഭക്തന്മാർ കഴിക്കും. ആ ഉച്ഛിഷ്ടം മാത്രമേ ആര് കഴിക്കത്തുള്ളൂ? ഹരിദാസ് ഠാക്കൂർ കഴിക്കുകയുള്ളായിരുന്നു. അപ്പോൾ അതിൽ പോലും ഹരിദാസ് ഠാക്കൂർ വന്നിട്ട് ഭഗവാന്റെ മുന്നിൽ, ചൈതന്യ മഹാപ്രഭുവിൻ്റെ മുന്നിൽ വരികയില്ല. പക്ഷേ അന്നത്തെ ദിവസം ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെ വിളിച്ചിട്ട് സ്വന്തം ശരീരം കാണിച്ചു കൊടുത്തു. എന്നിട്ട്
അത് മഹാപ്രകാശ ലീല എന്നാണ് ആ ഒരു പല ഭക്തന്മാരെയും അദ്ദേഹം വിളിച്ചു. അദ്വൈതാചാര്യരെ, പിന്നെ ശ്രീവാസ് ഠാക്കൂറിനെ, മുരാരി ഗുപ്ത, ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ അദ്ദേഹം വിളിച്ചിട്ട് ഓരോരുത്തരും എങ്ങനെയാണോ ഭഗവാനെ ആരാധിക്കുന്നത്. മുരാരി ഗുപ്ത വന്നിട്ട് രാമചന്ദ്രമൂർത്തി ആയിട്ടാണ് ഭഗവാനെ ആരാധിച്ചിരുന്നത്. മുരാരി ഗുപ്തയ്ക്ക് ഭഗവാൻ വന്നിട്ട് രാമൻ്റെ രൂപത്തിലാണ്, സീതാരാമ ലക്ഷ്മണന്മാരുടെ രൂപത്തിലാണ് വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ദർശനം കൊടുത്തിരിക്കുന്നത്. അദ്വൈതാചാര്യരേക്ക് ദർശനം കൊടുത്തു. അദ്ദേഹത്തിനും ഇതുപോലെ ഹരിദാസ് ഠാക്കൂറിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഹരിദാസ് ഠാക്കൂർ ഈ അടിയെല്ലാം വാങ്ങിച്ചത് എന്തിനു വേണ്ടിയാണ്? ഹരിനാമം ജപിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, എനിക്ക് നിന്നോട് അത്രയധികം സ്നേഹമുണ്ട്. നിൻ്റെ ശരീരം എന്ന് പറയുന്നത് അന്യമല്ലാതെ എൻ്റെ ശരീരം തന്നെയാണ്. നിൻ്റെ മേൽ അന്ന് അവർ ആ അടിച്ച ചാട്ടവാറടിയെല്ലാം എൻ്റെ മേലാണ് കൊണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേറ്റ ആ ഒരു പാടുകളെല്ലാം ചൈതന്യ മഹാപ്രഭു കാണിച്ചു കൊടുക്കുന്നു. ആർക്ക്? ഹരിദാസ് ഠാക്കൂറിന്. അപ്പോൾ ഇത് ശുദ്ധഭക്തന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പരിശുദ്ധ ഭക്തന്മാർ എന്ന് പറയുന്നത് പുല്ലിനെയും പൂവിനെയും പുഴുവിനെയും എന്താണ് ഭഗവത്ഗീതയിലെ ശ്ലോകം പോലെ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശ്വനി ചൈവ ശ്വപാകേച്ച പണ്ഡിത സമദർശിന. അതായത് വിദ്യാവിനയ സമ്പന്നനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെയും ഗവി ഒരു ആനയെയും പശുവിനെയും, ഹസ്തിനി ഒരു ആനയെയും, ശുനി ചെയ്വ അത് ഒരു നായയെയും, ശ്വപാക്കേച്ച ആ നായയുടെ മാംസം കഴിക്കുന്ന തീരെ താഴ്ന്ന കുലത്തിലുള്ള ഒരു ആളെയും വന്നിട്ട് എല്ലാം സമദർശിയായിട്ട് കാണും. കാരണം അയാൾ വന്നിട്ട് ഈ സാമൂഹികമായിട്ടുള്ള ഡിഫറൻസിയേഷനെക്കാട്ടിലും കൂടുതൽ ആ ഓരോ ശരീരത്തിലുമുള്ള ആത്മാവിൻ്റെ സെയിം ക്യാരക്ടറിനെ അതിൻ്റെ സിമിലാരിറ്റിയാണ് കാണുന്നത്. ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഡിഫറൻസ്? ആനയുടെ ശരീരമല്ല നായയ്ക്കുള്ളത്, നായയുടെ ശരീരമല്ല ഒരു ബ്രാഹ്മണനുള്ളത്, ബ്രാഹ്മണൻ്റെ ശരീരമല്ല ഇനിയും ഒരു ആ ചണ്ടാലകുലത്തിലുള്ള ഒരാളുടെ ശരീരം എന്ന് പറയുന്നത്, അയാളുടെ സ്വഭാവം എന്ന് പറയുന്നത് ബ്രാഹ്മണനെ പോലെയല്ല. വ്യത്യാസമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകും. പക്ഷെ ആ വ്യത്യാസത്തിനേക്കാൾ കൂടുതൽ എന്താണ് സംഭവിക്കുന്നത്? ആ വ്യത്യാസത്തെക്കാൾ കൂടുതൽ അയാൾ ഏത് സിമിലാരിറ്റിയാണ് കാണുന്നത്? ഇതിൻ്റെ അകത്തുള്ള ആത്മാവിൻ്റെ സിമിലാരിറ്റി. എന്താണ് ആത്മാവിൻ്റെ സിമിലാരിറ്റി? ഇതിനകത്തെല്ലാം ഒരേ ക്വാളിറ്റിയുള്ള ആത്മാവാണ്. ആരാണത്? ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാവ്. ഈ ജീവാത്മാവിൻ്റെ പുറത്തെ കവറിങ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ജീവാത്മാവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഭഗവാന്റെ അംശമാണ്. അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു ഭക്തന് തന്നെ ഉപദ്രവിച്ചാൽ പോലും അത് അയാൾ സഹിക്കും. പക്ഷേ ഗുരുവിനെയോ ഭഗവാനെയോ ബ്ലാസ്ഫീം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപരാധം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുകയില്ല, വെറുതെ ഇരിക്കുകയില്ല. അയാൾ എന്ത് ചെയ്യും? ഈ ഒരു കാര്യം വന്നിട്ട് 4 തരത്തിൽ ആൾക്കാർ, ഒന്നുകിൽ അയാൾ ഈ ബ്ലാസ്ഫീമി അല്ലെങ്കിൽ അപരാധം കേൾക്കുന്നിടത്തുനിന്ന് ഓടിപ്പോകും, അയാൾക്ക് അത് തിരിച്ചു പറഞ്ഞ് അവരെ തോൽപ്പിക്കാൻ കഴിയുകയില്ലെങ്കിൽ, അല്ലെങ്കിൽ തൽക്ഷണം പോയി ആത്മഹത്യ ചെയ്യും. കാരണം ഈ അപരാധം കേട്ട് കഴിയുമ്പോഴത്തേനും നമ്മളുടെ കോൺഷ്യസ്നെസ് മാറുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് അത് പെട്ടെന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. മൂന്നാമത് പറഞ്ഞ് തർക്കിച്ച് എന്ത് ചെയ്യുക, അവരെ മനസ്സിലാക്കിക്കുക. അത് വന്നിട്ട് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അത് നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീപ്ലി വന്നിട്ട് എന്തിനാണ് നമ്മൾ ഹരിനാമം ജപിക്കുന്നത്, എന്തിനാണ് നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത് എന്നറിയണം. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, നമുക്ക് അവരെ ഇതാണ് ഞാൻ ചെയ്യുന്നതിൻ്റെ കാരണം, തെറ്റല്ല ഞാൻ ചെയ്യുന്നത്, ഇത് വന്നിട്ട് സ്ക്രിപ്റ്റേഴ്സിൽ സയൻറ്റിഫിക്കായിട്ട് ഇത് വന്നിട്ട് ട്രൂത്തായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വാക്ക് തർക്കമല്ല, അത് അയാൾക്ക് ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. അയാൾ നമ്മൾ പറയുന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യണം. അയാൾക്ക് ഇത് കേൾക്കാനുള്ള എന്തുണ്ടായിരിക്കണം, മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അയാളോട് തർക്കിക്കാൻ പോകാവൂ. അല്ലെങ്കിൽ വെറുതെ ഇഗ്നോർ ചെയ്യുക, അവിടെ നിന്നും പോവുക. കൂടുതൽ അയാൾ പറഞ്ഞ് മോശമാക്കുന്നതിനെക്കാട്ടിലും ഭേദം അവിടെ നിന്നും പോവുക. നമ്മൾക്കും ഒരാളെ ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ, നന്നാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും അയാളും തമ്മിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സുഹൃത്ത് ബന്ധമെങ്കിലും വേണം, ഒരു നല്ല ബന്ധം വേണം. എന്നാലേ നമ്മൾ പറയുന്ന കാര്യം അയാൾ കേൾക്കുകയുള്ളൂ. പുതിയ ഒരാളുടെ അടുത്ത് നമ്മൾ തർക്കിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മൾ പറയുന്നത് എങ്ങനെ കേൾക്കും?
അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങോട്ട് തർക്കിക്കാൻ വരുന്ന ആളോട് ബിഹേവ് ചെയ്യുന്നത് 3 തരത്തിലാണ്. ഒന്നുകിൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, അത് നമ്മളുടെ സ്ക്രിപ്ചറൽ നോളജ് അനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് പ്രഭുപാദിൻ്റെ ബുക്സ് ഡീപ്ലി വായിക്കണമെന്ന് പറയുന്നത്. നമുക്കറിയാനുള്ള എല്ലാ നോളജും അതിനകത്തുണ്ട്. ആ നോളജ് സന്ദർഭത്തിനും കാലത്തിനും അനുസരിച്ച് അയാൾക്ക് മനസ്സിലാകുന്ന വണ്ണം പറഞ്ഞു കൊടുക്കുകയും വേണം. ഇതൊരു ഫനാറ്റിസിസം അല്ല, അതായത് ബ്ലൈൻഡ് ഫെയ്ത്ത് അല്ല. ഇത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചേഞ്ച് എവിഡൻ്റ് ആയിരിക്കണം. എവിഡൻ്റ് എന്ന് പറഞ്ഞാൽ പ്രകടമായിരിക്കണം. നമ്മളത് പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ ഇനി ഒരാളോട് പറഞ്ഞ് പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ പഠിക്കുന്ന കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ ജപിക്കുന്നത്, നമ്മൾ പ്രസാദം കഴിക്കുന്നത്, ഇതെല്ലാം എവിഡൻ്റ് ആയിരിക്കണം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പ്രത്യക്ഷത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണിച്ചു കൊടുക്കേണ്ടത്. ഐ ആം ചാൻറ്റിങ് 16 റൗണ്ട്സ്. ടെമ്പിളിൽ പോയിരുന്ന് മര്യാദയ്ക്ക് അവിടെ ഫോണും പിടിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടല്ല ജപിക്കേണ്ടത്. അല്ലാതെ 16 റൗണ്ട്സ് ഭഗവാന് വേണ്ടിയിട്ടുള്ള സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം ജപിക്കാൻ. ആ സമയത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ജപിക്കണം. കാണണം എന്താണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാകാം, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ വിസിബിളി പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനാണ്? അതൊരു പ്രീച്ചിങ് ആണ്. ഇനി നമ്മൾ വായിക്കണം, എന്നാലല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളൂ. വായിച്ച് മനസ്സിലാക്കുന്ന ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, എന്നാലല്ലേ പരിവർത്തനം എന്താണെന്ന് നമുക്കറിയാൻ പറ്റുകയുള്ളൂ. ആ പരിവർത്തനം വന്നാലല്ലേ ഇനി ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്താലും ഈ പരിവർത്തനം വരുമെന്ന് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതാണ് പ്രത്യേകത. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ഈ പറഞ്ഞു വന്നത്? ഈ പ്യുവർ ഡിവോട്ടീസിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. ഒരു ഭക്തൻ മറ്റുള്ളവരോട് സ്വശത്രുവിനോട് പോലും ഒരിക്കലും ക്രൂരമായി പെരുമാറുകയില്ല. പിന്നെ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ വന്നിട്ട് സ്വയരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പ്രഭുപാദിൻ്റെ സൗത്ത് ആഫ്രിക്കയിലെ അമ്പലം, അവിടെ വന്നിട്ട് ഒരിക്കൽ പണ്ട്, അതായത് പ്രഭുപാദ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ പുതിയതായിട്ട് ഭക്തന്മാർ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുണ്ടായിരുന്ന സമയത്ത് അവിടെ ഭയങ്കര ഡക്കോയിറ്റ്സ്, അതായത് കള്ളന്മാരും കൊലപാതകികളും ഒക്കെ ആയിട്ടുള്ള കൊള്ളക്കാർ വന്നിട്ട് അവിടെ ആ ടെമ്പിളിനെ ആക്രമിക്കാൻ വന്നു. അപ്പോൾ ഭക്തന്മാരെ എന്ത് ചെയ്യും? ഭക്തന്മാർ വന്നിട്ട് അവരോട് ശത്രുവാണ്, പക്ഷേ ക്രൂരമായി പെരുമാറാൻ പാടില്ല. അങ്ങനെയല്ല. പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ സ്വന്തം ശരീരം എന്ന് പറയുന്നത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കാനുള്ളതാണ്. അതിനെ ഉപദ്രവിക്കാൻ വരുന്നവരെ ഇത് നിയമമനുസരിച്ചും ശരിയാണ്. എന്താണ്? ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊലപാതകമാണെങ്കിൽ കൂടി അതിൻ്റെ ആനുകൂല്യമായിരിക്കും. പക്ഷെ അത് തെളിയണം. അതായത് ആത്മരക്ഷയ്ക്കാണ് കൊലപാതകം ചെയ്യുന്നത്. ഒരാൾ എന്നെ ഇപ്പോൾ ഉപദ്രവിക്കാൻ വന്നു, എനിക്ക് സ്വയരക്ഷ നേടണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം പ്രയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു ധർമ്മമാണ്. അത് നമ്മൾക്കും ആപ്ലിക്കബിളാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റുകയില്ല. കാരണം എന്താണ്? നമ്മൾ ശത്രുക്കളോട് ക്രൂരമായി പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭീരുക്കളായി മാറുകയല്ല ചെയ്യുന്നത്. എൻ്റെ ശരീരം എന്ന് പറയുന്നത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട സാധനമാണ്. അതിനെ വിസിബിളി ഉപദ്രവിക്കാൻ വരുന്ന ആൾക്ക് എതിരെ നമ്മൾ സെൽഫ് ഡിഫെൻസ് ചെയ്യുക, അതായത് ആത്മരക്ഷ, സ്വയരക്ഷ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മമാണ്. കാരണം ഈ ശരീരത്തെ, ഭഗവാൻ തന്നിരിക്കുന്ന ഈ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒന്നാമത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ പക്ഷെ സ്വയരക്ഷ ചെയ്യാൻ നമുക്ക് അറിഞ്ഞും ഇരിക്കണം. ഇത് വന്നിട്ട് ഭക്തന്മാർ ഭീരുക്കളാകാൻ പാടില്ല. ഭക്തന്മാർ വന്നിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം, എവിടെ എങ്ങനെ പ്രവർത്തിക്കണം. വെറുതെ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി നിങ്ങൾ അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നും പറഞ്ഞ് വാചകടിച്ച് നമ്മൾ വഴക്കുണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അയാൾ ഇങ്ങോട്ട് വന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺവിൻസ്ഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയണം. ഇനി അയാൾ ഉപദ്രവിക്കാൻ വന്നാൽ തിരിച്ച് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അയാളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നതും നമ്മുടെ ധർമ്മം തന്നെയാണ്. ഇത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം. ഡിസ്ക്രിമിനേഷൻ, അതായത് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യമാണ്. ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വന്നിട്ട് ഭീരുക്കളോ വേറെ ഒരു കാര്യം ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് ഭക്തി പരിശീലിക്കുന്ന ആൾക്കാരോ സെൻറ്റിമെൻ്റലിസ്റ്റുകളോ ഒന്നുമല്ല. ഇത് പ്രഭുപാദ് വന്നിട്ട്
അന്ന് ആൾക്കാർക്ക് അവിടെ തോക്ക് കൈവശം വെക്കാൻ വേണ്ടിയിട്ട് വരെ പ്രഭുപാദ എന്ത് ചെയ്യും, സ്വയരക്ഷ. കാരണം അന്ന് സ്ഥിരം അവിടുത്തെ പരിപാടി അതായിരുന്നു. ആൾക്കാർ വരിക, കൊള്ളയടിക്കുക, കൊണ്ടുപോവുക, ഇതായിരുന്നു. വിഗ്രഹങ്ങളെ വരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള എന്താണ് ഭക്തന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ബ്ലാസ്ഫേമി? സ്വന്തം ശരീരത്തിനോടാണെങ്കിൽ മാത്രമേ ഭക്തൻ സഹിക്കുകയുള്ളൂ. വിഗ്രഹത്തിനെ, അതായത് ഭഗവാനെയോ ഗുരുവിനെയോ വൈഷ്ണവരെയോ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നോക്കിയിരിക്കുകയില്ല. അതിനെ തിരിച്ച് റീറ്റാലിയേറ്റ് ചെയ്യുക എന്നുള്ളത് അയാളുടെ കടമയാണ്. അപ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത്? ദ്രൗപദി ഇങ്ങനെ ചിന്തിച്ചത് ശരി തന്നെ. അത് ദ്രൗപദിയുടെ വാമസ്വഭാവം, കമ്പാഷൻ. ദ്രൗപദിക്ക് പല ആർഗ്യുമെൻസും ഉണ്ട് ഇനി എന്തിനാണ് അങ്ങനെ ചിന്തിച്ചത് എന്ന് ദ്രൗപദി പറയാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കേൾക്കാം അത് എന്താണ് ദ്രൗപദി അങ്ങനെ ചിന്തിക്കാൻ കാരണമെന്ന്. സരഹസ്യോ ധനുർവേദ സവിസർഗോപസംയമഃ അസ്ത്രഗ്രാമശ്ച ഭവതാ ശിക്ഷിതോ യദനുഗ്രഹാത്. ഒന്നാമത്തെ കാര്യം, ദ്രോണാചാര്യരുടെ അനുഗ്രഹത്താലാണ് അങ്ങ് ആയോധന കലയായ അസ്ത്രവിദ്യയും ആയുധങ്ങളെ വരുതിയിലാക്കാനുള്ള പരമരഹസ്യമായ കലയും അഭ്യസിച്ചത്. ഇതാരാണ്? ദ്രോണാചാര്യരുടെ പുത്രനാണ്. എന്ത് പറഞ്ഞു? സ രഹസ്യോ, ആ രഹസ്യമായിട്ടുള്ള ധനുർവേദ, സ വിസർഗോ ഉപസംയമ, എന്താണ് ഈ ധനുർവിദ്യകളെ എങ്ങനെയാണ് അസ്ത്രങ്ങളെ നിയന്ത്രിക്കേണ്ടത്? എല്ലാ തരത്തിലുമുള്ള അസ്ത്രഗ്രാമ ച ഭവതാ ശിക്ഷിതോ യദനുഗ്രഹാത്. ആരുടെ അനുഗ്രഹം കൊണ്ടാണോ അങ്ങേക്ക് ഇതെല്ലാം? അർജുനനോട് പറയുകയാണ്, ദ്രോണാചാര്യരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇത് അങ്ങ് അഭ്യസിച്ചത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അത് ദ്രോണാചാര്യരുടെ പുത്രനാണ് എന്ന് അങ്ങ് ആലോചിക്കൂ അർജുന. ഇനി രണ്ടാമത്തെ കാരണം എന്താണ്? 45. സ ഏഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തത്തെ തസ്യാത്മനോരഥം പത്ന്യസ്തേ നാൻവഗാദ് വീരശൂകൃപി. എന്ത് സംഭവിക്കും? അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടാൽ എന്ത് സംഭവിക്കും? വേറെ ഒരാളെ കുറിച്ചും ചിന്തിക്കുന്നു ദ്രൗപദി. എന്താണ്? സ ഏഷ ഭഗവാൻ ദ്രോണ, ആ ദ്രോണാചാര്യർ പ്രജാരൂപേണ വർത്തത്തെ. പ്രജ എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഡിപ്പെൻഡൻ്റ് എന്നാണ് പ്രജയുടെ അർത്ഥമെങ്കിലും ആരാണിവിടെ പ്രജ? ദ്രോണാചാര്യരുടെ പ്രജ ആരാണ്? ആകെ ഒരേ ഒരു മകനെ ദ്രോണാചാര്യർക്കും കൃപിക്കുമുള്ളൂ. ആരാണ്? അശ്വത്ഥാമ. അപ്പോൾ പ്രജാരൂപേണ എന്ന് പറഞ്ഞാൽ അതേ ദ്രോണാചാര്യർ തന്നെയാണ്. അച്ഛൻ്റെ സെയിം എന്താണ് പുത്രൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ വേറൊരു ഫോമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ പ്രജാരൂപേണ വർത്തത്തെ തസ്യാത്മനോ അർത്ഥം പത്ന്യസ്തേ. എന്താണ് പത്നി? ഒരു ഭാര്യ എന്ന് പറയുന്നത് ഇതുവരെ മരിച്ചിട്ടില്ല. ആര്? കൃപി. ദ്രോണാചാര്യർ മരണപ്പെട്ടു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോഴും വന്നിട്ട് ജീവിച്ചിരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്? തൻ്റെ ഭർത്താവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് തനിക്കൊരു പുത്രനുണ്ട്. അതുകൊണ്ടാണ് ദ്രോണാചാര്യരുടെ കൂടെ സതി അനുഷ്ഠിക്കാതെ കൃപി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇത്? ദ്രോണാചാര്യരുടെ റെപ്രസെൻറ്റേറ്റീവാണ്, കൃപിയുടെ ആകെ ഉള്ള ആശ്രയമാണ് അർജുന. ഇവരെ വധിക്കാൻ പാടില്ല എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? തൻ്റെ പുത്രൻ്റെ രൂപത്തിൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയായ കൃപി പുത്രനുള്ളതിനാൽ അദ്ദേഹത്തോടൊപ്പം സതി അനുഷ്ഠിച്ചില്ല. ഇനിയുമുണ്ട്. തദ്ധർമ്മജ്ഞ മഹാഭാഗ ഭവദ്ഭിർഗൗരവം കുലം വൃജിനം നാർഹതി പ്രാപ്തും പൂജ്യം വന്ദ്യം അഭീക്ഷണഃ. വീണ്ടും പ്രശ്നമാണ്. എന്താണ്? തദ്ധർമ്മജ്ഞ മഹാഭാഗ. അയ്യോ അർജുന, അങ്ങ് സാധാരണ മനുഷ്യനല്ല, മഹാഭാഗ. ധർമ്മത്തെക്കുറിച്ച് ബോധവാനായ ഒരുവനാണ്. തദ്ധർമ്മജ്ഞ മഹാഭാഗ ഭവദ്ഭിർ ഗൗരവം കുലം. അങ്ങയുടെ കുലം എന്ന് പറയുന്നത് മഹാത്മാക്കളുടെ കുലമാണ്, അല്ലയോ അർജുന? വൃജിനം നാർഹതി പ്രാപ്തും. ഈ പ്രകാരം എന്താണ് പൂജ്യമല്ലാത്ത അല്ലെങ്കിൽ വന്ധ്യമല്ലാത്ത ഒരു കാര്യം ചെയ്ത് ഈ ഒരു കുലമഹിമയെന്ന് പറയുന്നത് വെറുതെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് എന്താകുന്നില്ല, അങ്ങേക്ക് അർഹതയില്ല. അതായത് അങ്ങ് ശ്രമിക്കരുത് എന്നാണ് പറയുന്നത്.
എന്താണ്? ധർമ്മതത്വങ്ങൾ ഗ്രഹിച്ച അല്ലയോ മഹാഭാഗ അർജുന, സദാ സർവദാ അർച്ചനീയരും ആദരണീയരും പ്രതാപാർഹരുമായ കുലബന്ധുക്കൾക്ക് സന്താപഹേതു ഉണ്ടാക്കുന്നത് അങ്ങേക്ക് ശോഭനമല്ല. അതായത് ഈ ഒരു നിന്ദ്യമായിട്ടുള്ള കാര്യം, അർജുനൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? ഗുരുവിൻ്റെ പുത്രനെ വധിക്കുക, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ്റെ പുത്രനെ വധിക്കുക. ബ്രഹ്മബന്ധു ആണെങ്കിൽ കൂടി സ്വന്തം എന്താണ് അസ്ത്രവിദ്യയും ശസ്ത്രവിദ്യയും ഒക്കെ പഠിപ്പിച്ച സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ മകനെ വധിക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല കാര്യമായിട്ട് ആർക്ക് തോന്നിയില്ല? ദ്രൗപദിക്ക് തോന്നിയില്ല. അപ്പോൾ അത് ഇനിയൊരു കാര്യം. ഇനി 47-ാമത്തെ ശ്ലോകം. മാരോദിതസ്യ ജനനി ഗൗതമീ പതിദേവത യഥാഹം മൃതവത്സർത്ത രോദിമീ അശ്രുമുഖീ മുഹു. പിന്നെ എന്നെ പോലെ തന്നെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ആര്? കൃപി. മാരോദിതസ്യ ജനനി. എന്താണ്? മാരോദിതസ്യ ജനനി, അരുത്, കരയിപ്പിക്കരുത്. അസ്യ ജനനി, ആരുടെ ജനനി? അവൻ്റെ ജനനി കൃപി, അതായത് ഗൗതമി. ദ്രോണപത്നിയാണ് ഗൗതമി. പതിദേവത, അത് പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. എന്നെ പോലെ അവൾ കരയാനിടയാക്കരുത്. എനിക്കെന്ത് സംഭവിച്ചു? എൻ്റെ കുട്ടികൾ മരിച്ചത് കാരണം ഞാൻ നോക്കൂ എത്ര വിലപിക്കേണ്ടി വരുന്നു. ഒരേ ഒരു പുത്രൻ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പുത്രൻ മരിക്കുമ്പോൾ ആ അമ്മയും എന്നെ പോലെ വെറുതെ വിലപിക്കേണ്ടി വരികയില്ല. എന്തിനാണ് വെറുതെ അങ്ങനത്തെ ഒരു അവസ്ഥ ആ ഗൗതമി, അതായത് പതിവ്രതയായിരിക്കുന്ന കൃപിക്ക് ഉണ്ടാക്കുന്നത്? നമുക്കതിൻ്റെ ആവശ്യമില്ല അർജുന എന്നാണ് പറയുന്നത്. എന്താണ്? യഥാഹം മൃതവത്സാർത്ഥ രോദിമി. സ്വന്തം പുത്രൻ മരിച്ച ഒരു ദുഃഖത്തിൽ ദുഃഖിതയായിട്ട് അവർക്ക് ഇങ്ങനെ വിലപിക്കേണ്ട ആവശ്യം ഉണ്ടാവരുത് എന്ന് പറയുന്നു. അപ്പം എന്താ പറയുന്നത്? അല്ലയോ പ്രഭു, എന്നെപ്പോലെ ദ്രോണപത്നിയും വിലപിക്കുവാൻ ഇടയാകരുത്. എൻ്റെ പുത്രരുടെ മൃത്യുവിൽ ഞാൻ മനസ്സ് വേദനിച്ച് കഴിയുന്നു. എന്നെപ്പോലെ അവരും സദാ വിലപിക്കേണ്ടതില്ല. നോക്കൂ, ദ്രൗപദി സഹാനുഭൂതിയും സ്വഭാവ സംശുദ്ധിയും ഒക്കെയുള്ള സ്ത്രീ ആയതുകൊണ്ട് വാമ സ്വഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന്. ദ്രോണാചാര്യരിൽ നിന്നാണ് അർജുന അങ്ങ് അസ്ത്രവിദ്യ പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അശ്വത്ഥാമാവ്. കൃപി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്, സതി അനുഷ്ഠിക്കാത്തത് അച്ഛൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ പുത്രൻ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ധർമ്മം പഠിച്ച ആളല്ലേ അർജുന? എന്താണ് ഈ കുലമഹിമയുള്ള കുലത്തിൽ ജനിച്ചിട്ട് ഇതുപോലെ ഒരു ഗുരുസുതനെ വന്നിട്ട് വധിക്കുക എന്ന് പറയുന്ന കർത്തവ്യം ചെയ്തിട്ട് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് സന്താപമുണ്ടാക്കി വെക്കരുത് അർജുന. പിന്നെ എന്താണ് പുത്രദുഃഖം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെപ്പോലെ ദ്രോണാചാര്യരുടെ പത്നിയായ കൃപിയും വിലപിക്കുവാൻ വേണ്ടി ഇടയാകരുത് എന്നൊക്കെയാണ് ആര് ചിന്തിക്കുന്നത്? ദ്രൗപദി ചിന്തിക്കുന്നത്. 48-ാമത്തെ ശ്ലോകം. യൈകോപിതം ബ്രഹ്മകുലം രാജന്യൈർ അജിതാത്മഭിഃ തത്കുലം പ്രദഹ്യത്യാശു സാനുബന്ധം സുചാർപ്പിതം. യൈകോപിതം ബ്രഹ്മകുലം രാജന്യൈരചിതാത്മഭിഃ തത്കുലം പ്രദഹ്യത്യാശു സാനുബന്ധം സുചാർപ്പിതം. യൈകോപിതം ബ്രഹ്മകുലം രാജന്യൈരചിതാത്മഭിഃ തത്കുലം പ്രദഹ്യത്യാശു സാനുബന്ധാം സുചാർപ്പിതം. എന്ത് സംഭവിക്കുന്നു? എന്താണ് അങ്ങനെ? ദ്രോണാചാര്യരുടെ പുത്രനാണ്, ബ്രാഹ്മണന്റെ പുത്രനാണ്, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അർജുന കൊല്ലാൻ പാടില്ല. കാരണം എന്താണ്? സാധാരണ അറിവുള്ള ആൾക്കാരാണ്, അതായത് ഒരു സമൂഹത്തിലെ ബ്രാഹ്മണർ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ബ്രാഹ്മണർ എന്ന് പറയുന്നത് ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണ്യത്തെക്കുറിച്ചല്ല, സ്വഭാവം കൊണ്ടുള്ള ബ്രാഹ്മണ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അശ്വത്ഥാമാവ് അവിടെ നിന്നും പതിച്ചു പോയി എങ്കിലും ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് ദ്രൗപദി ചിന്തിക്കുകയാണ്, അഥവാ അയാൾ വന്നിട്ട് പതിച്ചു പോയിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുകയില്ല. രാജകുലത്തിന്, അതായത് ക്ഷത്രിയ വംശത്തിന് ആ ഒരു ബ്രാഹ്മണനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ ശാപം വന്നിട്ട് വാങ്ങി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അർഹതയില്ല. അതുകൊണ്ട് ബ്രഹ്മകുലം കോപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രദഹത്യ ആനുബന്ധം ശുചാർപ്പിതം. എന്ത് സംഭവിക്കും? ഹോൾ റോയൽ ഫാമിലി,
ആ കുലം മുഴുവൻ വന്നിട്ട് അവരുടെ ശാപത്തിൽ തീർന്നു പോകും. അതുകൊണ്ടാണ് പറയുന്നത്, എന്ത് പറയുന്നു, ഈ തരത്തിലുള്ള ന്യായങ്ങൾ അനുസരിച്ചാണ് പറയുന്നത്. ഇന്ദ്രിയ നിയന്ത്രണം നഷ്ടപ്പെട്ട രാജകീയ അധികാരവർഗങ്ങൾ ബ്രാഹ്മണവർഗത്തെ ദ്രോഹിക്കുകയും അവരെ പ്രകോപിപ്പിക്കുകയും ചെയ്താൽ അവരുടെ ക്രോധാഗ്നി സമ്പൂർണ്ണ രാജകീയ കുലത്തെയും ദഹിപ്പിക്കുകയും സർവർക്കും കൊടിയ വേദന വരുത്തുകയും ചെയ്യും. കേൾക്കൂ, ഇത് ബ്രാഹ്മണകുലം എന്ന് പറയുന്നത് ആസുര ബ്രാഹ്മണ കുലത്തെക്കുറിച്ചോ ആസുര വർണ്ണാശ്രമത്തെക്കുറിച്ചോ ഒന്നുമല്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ശമോദമ തപശൗചം ക്ഷാന്തിരാർജവമേവച്ച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജ. ഈ 9 എന്താണ് തരത്തിലുള്ള ക്വാളിറ്റീസ് ഉള്ളയാണെങ്കിൽ മാത്രമേ അയാളെ ബ്രാഹ്മണൻ എന്ന് വിളിക്കത്തുള്ളൂ. അല്ലാതെ ജനനം ബ്രാഹ്മണ കുലത്തിലായതുകൊണ്ട് നോക്കൂ, അശ്വത്ഥമാവിനെ തന്നെ നോക്കൂ. അശ്വത്ഥമാവ് ജനിച്ചത് ബ്രാഹ്മണ കുലത്തിലാണ്, അച്ഛൻ ദ്രോണാചാര്യരാണ്. പക്ഷെ എന്നിട്ടും ഹീനമായുള്ള കൃത്യം ചെയ്തതുകൊണ്ട് ഭഗവാൻ തന്നെ അയാളെ ബ്രഹ്മബന്ധു എന്നാണ് വിളിക്കുന്നത്. നോക്കൂ, അപ്പം ജനനം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനാകുന്നത്? അല്ല, കർമ്മം കൊണ്ടും സ്വഭാവം കൊണ്ടുമാണ്. അതുകൊണ്ടാണ് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. ഭഗവാൻ പറയുന്നു, ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് ഞാൻ തന്നെ സൃഷ്ടിച്ചതാണ്. അതിന് ഭഗവാനെ കുറ്റം പറയണ്ട. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഗുണകർമ്മ വിഭാഗശഃ. ഗുണവും കർമ്മവും അനുസരിച്ച് നിങ്ങൾ ഏത് കുലത്തിൽ വരുന്നോ ആ കുലമാണ് നിങ്ങളുടേത്. അല്ലാതെ ചാതുർവർണ്ണ്യം ഭഗവാൻ സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് ഭഗവത്ഗീത കൊണ്ടുപോയി കത്തിക്കുന്നതല്ല ബുദ്ധി, അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഞാൻ ഏത് കുലത്തിൽ വരണം അല്ലെങ്കിൽ ഞാൻ ഏത് വർണ്ണത്തിൽ വരണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ശൂദ്രനാകാം, നിങ്ങൾക്ക് ജന്മനാ ജായത്തെ ശൂദ്ര സംസ്കാരാത് ഭവേദ് ദ്വിജ വേദ പഠേത് ഇതി വിപ്ര ബ്രഹ്മജ്ഞാനാതി ഇതി ബ്രാഹ്മണ. ഇതാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. അപ്പോൾ അതിലും വലിയവനാകാനാണ് നമ്മളെ ഭഗവാൻ വന്നിട്ട് എന്താണ് സത്വഗുണം രജോ ഗുണം തമോ ഗുണം 3 ഗുണങ്ങളുണ്ട് പ്രകൃതിയിൽ. അതിനെയും അതിക്രമിക്കൂ അർജുന. എങ്ങോട്ട് പോകണം നമ്മൾ? ശുദ്ധസത്വം, ഭഗവാൻ വാസുദേവ സത്വം എന്ന് പറയുന്ന പരമദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ക്വാളിറ്റിയുള്ള ആളായി ഉയർന്നു വരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വർണ്ണത്തിനെ നമുക്ക് മാറ്റാൻ പറ്റും. ജനിക്കുമ്പോഴല്ല വർണ്ണം കിട്ടുന്നത്, സ്വഭാവവും ഗുണവും അനുസരിച്ചാണ് വർണ്ണം കിട്ടുന്നത്. നിങ്ങൾക്ക് ബ്രാഹ്മണനായി വർക്ക് ചെയ്യാം, വൈശ്യനായി വർക്ക് ചെയ്യാം, ശൂദ്രനായി വർക്ക് ചെയ്യാം, എന്ത് ചെയ്യാം, ക്ഷത്രിയനായി വർക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ബേസിക്കലി ആരാണ് നിങ്ങൾ? വൈഷ്ണവനായിരിക്കണം. ഭഗവാനെ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിക്കുന്ന പരിശുദ്ധ ഭക്തന്മാരാകുക എന്നുള്ളതാണ് നമ്മളുടെ ഈ വർണ്ണാശ്രമങ്ങളൊന്നും വന്നിട്ട് വേറെ ഒരു ഗോളിനും വേണ്ടിയിട്ടല്ല. വർണ്ണാശ്രമത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രാജുവലി ഓരോ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരെയും ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വാനുസ്ഥിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. സ്വാനുസ്ഥിതസ്യ ധർമ്മസ്യ, എന്ത് സ്വഭാവത്തിനും ഗുണത്തിനും അനുസരിച്ചാണോ നിനക്ക് ധർമ്മം പറഞ്ഞിട്ടുള്ളത്, സ്വാനുസ്ഥിതസ്യ ധർമ്മസ്യ, ആ ധർമ്മം തന്നെ ചെയ്യുക. എന്നിട്ട് സംസിദ്ധിർ ഹരിതോഷണം, ഹരിയെ തോഷിപ്പിക്കുക. ആരെ? ഹരി, ഭഗവാനെ വന്നിട്ട് എന്ത് ചെയ്യുക? സന്തോഷിപ്പിക്കുക. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഭക്തന്മാരായ ഉടനെ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ സന്യസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പ്രിമച്വർ പരമഹംസന്മാരാകാൻ പോവരുത്. എന്താണോ നമ്മളുടെ കർത്തവ്യം അത് സ്വാനുസ്ഥിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. ഇതായിരുന്നു. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് പറഞ്ഞത് എന്ന് സൂത ഗോസ്വാമി ചുരുക്കും സംസ്കൃതമാക്കി പറയും. 49-ാമത്തെ ശ്ലോകം. സൂത ഉവാച ധർമ്മ്യം ന്യായം സകരുണം നിർവ്യാലികം സമം മഹത് രാജധർമ്മസുതോ രാജ്ഞാ പ്രത്യാനന്ദാത് വചോദ്വിച. ഈ കാരണങ്ങൾ കൊണ്ടാണ്, ദ്രൗപദി നേരത്തെ പറഞ്ഞ കാരണങ്ങളെ ചുരുക്കുകയാണ്. ധർമ്മ്യം, ന്യായം, സകരുണം, നിർവ്യാലികം, സമം, മഹത്. എന്താണ് ധർമ്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രോണാചാര്യരുടെ അടുത്ത് നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്, അസ്ത്രവിദ്യ കിട്ടിയത്. അതുകൊണ്ട് ദ്രോണാചാര്യരുടെ പുത്രനെ വധിക്കുക എന്ന് പറയുന്നത് ധർമ്മത്തിന് വിരുദ്ധമാണ്. ഗുരുവിൻ്റെ പുത്രനെ വധിക്കുക എന്ന് പറയുന്നത്. ന്യായം എന്താണ്? ന്യായം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ന്യായം എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്. അതായത് എന്താണ്? വിധി നിർണയിക്കുന്നത്,
അർജുന, അങ്ങ് ആരാണ്? ദ്രോണാചാര്യർ എന്ന് പറയുന്ന അങ്ങയുടെ ഗുരുവാണ്. ദ്രോണാചാര്യർ വന്നിട്ട് ഇപ്പോൾ ആകെപ്പാടെ ഒരു റെപ്രസെൻറ്റേറ്റീവേ ഉള്ളൂ, കൃപി. കൃപിയുടെ പുത്രൻ, അതായത് ദ്രോണാചാര്യരുടെ പുത്രൻ. ദ്രോണാചാര്യർ മരിച്ചപ്പോൾ കൃപി മരിച്ചില്ല. കാരണം എന്താണ്? പുത്രൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ന്യായമല്ല അവനെ വധിക്കുന്നത്. പിന്നെ സകരുണം, അത് ആകെപ്പാടെ കൃപിയെ വെറുതെ വേദനിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ എന്താണ്? നിർവ്യാലികം, വിത്തൗട്ട് ഡ്യൂപ്ലിസിറ്റി ഇൻ ധർമ്മ. നിനക്ക് ധർമ്മത്തിനെ കുറിച്ച് അറിയാം അർജുന. അയാൾ ധർമ്മം പ്രവർത്തിച്ചില്ല എന്നും പറഞ്ഞ് നീയും അതേ പൊസിഷനിലേക്ക് താഴേണ്ട ആവശ്യമില്ല. ആര്? അശ്വത്ഥാമാവ് ധർമ്മം പ്രവർത്തിച്ചില്ല, ശരി തന്നെ. പക്ഷെ എന്നാലും നീ അങ്ങനത്തെ തെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അർജുന. സമം. എന്നെ പോലെ കരയാനിടവരരുത്. ആർക്ക്? കൃപിക്ക്. ഇതാണ് ഈ പറഞ്ഞ കാര്യം. മഹത്, അതായത് ബ്രാഹ്മണ കുലം എന്ന് പറയുന്നത് രാജകീയ കുലത്തിനേക്കാൾ വന്നിട്ട് ശ്രേഷ്ഠമായതാണ്. അതുകൊണ്ട് അവരെ വന്നിട്ട് ഉപദ്രവിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നൊക്കെയാണ് പറയുന്നത്. രാജാ ധർമ്മസുതഃ രാജ്ഞ പ്രത്യാനന്ദാത് വചഃ ഓ ബ്രാഹ്മണ. അതായത് എന്താണ്? ഇത് യുധിഷ്ഠിര മഹാരാജാവും ഈ പ്രകാരം എന്ത് ചെയ്തു? സെക്കൻഡ് ചെയ്തു. സൂത ഗോസ്വാമി അരുളി ചെയ്തു, ഓ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, ധർമ്മ തത്വങ്ങൾക്ക് അനുസൃതമായതും ന്യായീകരിക്കത്തക്കതും മാഹാത്മ്യമുള്ളതും ദയാപൂരിതവും ന്യായമുള്ളതും കാപട്യമില്ലാത്തതുമാകിയാൽ രാജ്ഞിയുടെ പ്രസ്താവനകളെ മഹാരാജാവ് യുധിഷ്ഠിരൻ പൂർണ്ണമായും പിന്താങ്ങി. അപ്പോൾ ഇവിടെ ആർക്ക് അഭിപ്രായമുണ്ട്? ദ്രൗപദിയുടെ സെയിം അഭിപ്രായമാണ് ആർക്കുള്ളത്? യുധിഷ്ഠിരൻ അഭിപ്രായപ്പെട്ടത്. അർജുനൻ്റെ അഭിപ്രായം, അർജുനനാണ് ഇവിടെ നടുക്ക് നിൽക്കുന്നത്. എന്താണ്? ആരുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ എന്തായിരുന്നു അഭിപ്രായം? കൊല്ലണം എന്നായിരുന്നു അഭിപ്രായം. പിന്നെ അശ്വത്ഥാമാവിന്. ഇനി അടുത്തയാൾക്ക് എന്താണ് ആഗ്രഹം? നകുലാ സഹദേവശ്ച യുയുധാനോ ധനഞ്ജയഃ ഭഗവാൻ ദേവകീ പുത്രോ യേ ചാന്യേയശ്ച യോഷിത. നകുലനും സഹദേവനും പിന്നെ യുയുധാനൻ. യുയുധാന എന്ന് പറഞ്ഞാൽ സാത്യകി എന്നാണ് അർത്ഥം. സാത്യകി എന്ന് പറയുന്ന ഒരാളാണ് അവിടെ. ധനഞ്ജയ, അതായത് അർജുനൻ. ഭഗവാൻ ദേവകീ പുത്രൻ, അതായത് ദേവകീ സുതനായ ഭഗവാൻ കൃഷ്ണൻ. എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്തു? യുധിഷ്ഠിര മഹാരാജാവ് ഈ കാര്യം സമ്മതിച്ചപ്പോൾ രാജാവിൻ്റെ അഭിപ്രായത്തോടെ എല്ലാവരും യോജിച്ചു. ഇനി ഒരാളെ മാത്രം പറഞ്ഞില്ല. ആരെയാണ് പറയാതിരുന്നത്? ഇവിടെ ഒരാളുടെ പേര് മാത്രം പറഞ്ഞില്ല. നകുലൻ, സഹദേവൻ, നേരത്തെ അർജുനൻ, പിന്നെ ഇവിടെ കൃഷ്ണൻ, പിന്നെ യുയുധാനൻ, ധനഞ്ജയൻ, അർജുനൻ, ഭഗവാൻ ദേവകീ പുത്ര, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ, യേ ചാന്യേ യശ്ച യോഷിത. യോഷിത എന്ന് പറഞ്ഞ ലേഡീസ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുമുള്ള ലേഡീസും എല്ലാവരും വന്നിട്ട് ഇതെല്ലാം സമ്മതിച്ചു. ആര് സമ്മതിച്ചില്ല? തത്രാഹം അർഷിതോ ഭീമ തസ്യ ശ്രേയാൻവഥ സ്മൃതഃ നാ ഭർത്തുർനാത്മനശ്ചാർത്ഥേ യോഹാൻ സുപ്താൻ ശിശൂൻ വൃത. ഭീമൻ പക്ഷെ സമ്മതിച്ചില്ല. എന്താണ്? തത്രാഹം അർഷിതോ ഭീമ. അമർഷമായിരുന്നു. എന്താണ് ഭീമന്? ആംഗ്രി മൂഡായിരുന്നു ഭീമന്. തസ്യ ശ്രേയാൻ വധ സ്മൃതഃ. വധിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്താണ്? ഈ അപരാധിയെ വധിക്കുന്നത് തന്നെയാണ് നല്ലത്. തസ്യ ശ്രേയാൻ വധ നാ ഭർത്തൂർ നാ ആത്മനശ്ചാർത്ഥേ യോഹൻ സുപ്താൻ ശിശുമൃത. ഈ ഉറങ്ങിക്കിടന്നിരിക്കുന്ന ഈ ബാലന്മാരെ വധിച്ചത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യജമാനന്റെ ഇച്ഛ അനുസരിച്ച് പോലും അല്ല. ആരുടെ? ദുര്യോധനൻ പോലും പറഞ്ഞില്ല അങ്ങനെ ചെയ്യണമെന്ന്. എന്നിട്ടാണ് ആരിങ്ങനെ ചെയ്തത്? ഈ അശ്വത്ഥാമാവ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അശ്വത്ഥാമാവ് ഭീമൻ വന്നിട്ട് അത്രയും അമർഷമുണ്ടായി. അപ്പോൾ ഇപ്പോൾ ആർക്കൊക്കെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? ഭീമൻ ഒരു സ്ഥലത്ത്, കൃഷ്ണനും അർജുനനും നേരത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അർജുനൻ ആരുടെയാണ്? അർജുനൻ വിധി നടപ്പാക്കാൻ പോവുകയാണ്. ദ്രോണപുത്രൻ, അതായത് അശ്വത്ഥാമാവിനെ എന്ത് ചെയ്യണമെന്ന് വിധി നടപ്പാക്കാൻ പോവുകയാണ്. പക്ഷേ ഇവിടെ ഭീമൻ ഒരു സൈഡിൽ, യുധിഷ്ഠിരനും പിന്നെ നകുലനും സഹദേവനും അർജുനനും ഭഗവാനും ദ്രൗപദിയും ബാക്കിയുള്ള എല്ലാവരും ഒരു സൈഡിൽ. ഈ രണ്ട് അഭിപ്രായത്തെയും മാനിക്കണം അർജുനന്. എങ്കിലും ഭീമൻ അവരോട് വിയോജിച്ചു.
സ്വതാൽപര്യങ്ങൾക്കോ അവൻ്റെ യജമാനൻ്റെ ഇച്ഛാനുസൃതമോ അല്ലാതെ വൃഥാ കോപാന്തനായി നിദ്രയിലാണ്ടിരുന്ന ബാലന്മാരെ വധിച്ച ഈ അപരാധിയെ വധിക്കാൻ ഭീമൻ ശുപാർശ ചെയ്തു. അപ്പം അർജുനൻ്റെ മുന്നിൽ 2 വഴിയാണ്. ഒന്ന്, കൊല്ലുക. ആരെ? ദ്രോണാചാര്യരുടെ പുത്രനെ. ഇനി രണ്ടാമത് വെറുതെ വിടുക. ഇതെന്താണ് ഇനി അർജുനൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഈ ഒരു ചെറിയ പോർഷനോട് കൂടി നമുക്ക് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കാം. ഇനി അടുത്തത് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ഭാഗത്തിലേക്കാണ് കിടക്കുന്നത്. പ്രയേഴ്സ്. നമ്മളിപ്പോൾ അർജുനൻ്റെ പ്രയേഴ്സ് കൊച്ചു പ്രയേഴ്സാണ് കണ്ടത്. പക്ഷെ ഇനി അടുത്തത് വരുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രയറാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്, കുന്തി സ്തുതി. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ 1-2 ശ്ലോകങ്ങളും കൂടെ തീർക്കാനുള്ളൂ. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാം. അതിനുശേഷം നമുക്ക് കുന്തി മഹാറാണിയുടെ പ്രയേഴ്സിലേക്ക് കടക്കാം. വളരെ മനോഹരമായിട്ടുള്ള പ്രയേഴ്സാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാ.